ജിന്നിൻ്റെ പെണ്ണ് ഭാഗം 18. അവതരണം അപര. കോളേജിൽ പോകാൻ റെഡി ആവുന്നതിനിടയ്ക്കാണ് ഫോൺ റിങ് ചെയ്തത്. നോക്കുമ്പോൾ അപ്പച്ചി. ഹലോ അപ്പാ, എന്തുണ്ട് ചുന്ദരിക്കുട്ടി രാവിലെ? മോളെ മെഹറു, നീ അന്ന് വന്നപ്പോൾ റിച്ചുവിൻ്റെ എന്തെങ്കിലും എടുത്തിട്ട് പോയായിരുന്നു? പടച്ചോനെ പെട്ട്. എന്നാൽ സ്വരത്തിൽ കഴിവതും പതർച്ച വരാതിരിക്കാൻ ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞു, ഇല്ല അപ്പച്ചി, റിച്ചുവിക്കാട് ഒന്നും എടുത്തില്ല. ആണോ? എന്നാൽ അവനോട് നീ ഇവിടെ വന്ന കാര്യം പറയട്ടെ. എൻ്റെ പൊന്നപ്പച്ചി, നിങ്ങളെന്നെ കൊലയ്ക്ക് കൊടുക്കുമോ? അതിനോടൊന്നും ചെന്ന് പറയല്ലേ. മറുവശത്ത് നിന്നും അപ്പച്ചിയുടെ അടക്കി പിടിച്ചുള്ള ചിരി കേട്ടു. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇതിന് പിറകെ നീയാണെന്ന്. എന്തായാലും അവന് പ്രിയപ്പെട്ട എന്തോ ആണ്. ചെക്കൻ ഈ വീട് തിരിച്ചു വയ്ക്കാതിരുന്നാൽ കൊള്ളാം. പിന്നെയും കുറേ സംസാരിച്ചു. ഞാൻ ആ പരിസരത്ത് പോലും വന്ന കാര്യം ആരോടും പറയില്ല എന്ന് വീണ്ടും ഉറപ്പ് വാങ്ങിയിട്ടാണ് ഫോൺ വെച്ചത്. റെഡിയായി താഴെ വന്നതും കോളിംഗ് ബെൽ അടിച്ചതും ഒരുമിച്ചായിരുന്നു. ഞാൻ പോയി ഡോറ് തുറന്നു. മാമിയും ഫൈസലിക്കയും ഞാൻ അവരുടെ അകത്തേക്ക് വിളിച്ചു. അപ്പോഴേക്കും ഉമ്മയും ബാപ്പയും വന്നു. ഇപ്പം വന്നതാണ് എൻ്റെ ഉമ്മച്ചിയുടെ അങ്ങള. ഉമ്മാക്കിപ്പം നിലവിലുള്ള ഏറ്റവും അടുത്ത ബന്ധു. ഉമ്മച്ചിയുടെ ഉപ്പയും ഉമ്മയും മരണപ്പെട്ടു. പിന്നെയുള്ളത് ഫാസിൽ എന്ന എൻ്റെ മാമ മാത്രമാണ്. മാമാക്ക് 3 മക്കൾ, ഫർസാനത്തെയും ഫൈസലിക്കയും പിന്നെ ഇപ്പോൾ +2 പഠിക്കുന്ന ഫിദയും. മാമി ഒരു പ്രത്യേക സ്വഭാവമായതുകൊണ്ട് എനിക്ക് വലിയ അടുപ്പമൊന്നുമില്ല അവരോട്. മാമിയുടെ തനിപ്പകർപ്പാണ് ആ 2 പെമ്മക്കളും. എന്നെ കണ്ടതും മാമി ആക്ടിങ് തുടങ്ങി. അയ്യോ, എൻ്റെ ചുന്ദരിമോൾ അങ്ങ് മെലിഞ്ഞു കോലം കെട്ടല്ലോ. നീ അങ്ങ് വാ, നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അത് നിങ്ങളുടെ മനസ്സിലിരിക്കുകയേ ഉള്ളൂ പെണ്ണുപിള്ളേ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ വെറുതെ ചിരിച്ചുകൊണ്ട് നിന്നു. ഫൈസൽ വീട്ടിലെത്തിയ മോളെ കാര്യം മാത്രമേ പറയാനുള്ളൂ. അന്ന് നിന്നെ ആ റോഷൻ വഴക്ക് പറഞ്ഞില്ലേ, അന്ന് എൻ്റെ മോൻ ഉറങ്ങിയിട്ട് കൂടില്ല സങ്കടം കാരണം. ഇതെല്ലാം കേട്ട് ഫൈസലിക്ക് എന്നെ ദയനീയമായി നോക്കുന്നുണ്ട്. റിച്ചുവിനെ പറഞ്ഞതും എൻ്റെ ഉമ്മി സഹിക്കുമോ? റിച്ചു വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടാവും, അല്ലാതെ അവനൊന്നും പറയില്ല. അത് കേട്ടതും മാമിയുടെ പുത്രത്തള്ളിൻ്റെ ഒഴുക്ക് കുറഞ്ഞു. ഞങ്ങൾ വന്നത് ഫർസാനയ്ക്കൊരു നല്ല ആലോചന വന്നിട്ടുണ്ട്. ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അളിയനും മോനും കൂടി ഒന്ന് വരണം. മാമ പറഞ്ഞിട്ട് ഉപ്പാൻ്റെ മുഖത്തേക്ക് നോക്കി. അതിനെന്താ, ഞങ്ങൾ നേരത്തെ എത്താം എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടാളും കല്യാണ ചർച്ചയിലേക്ക് പോയി. മാമി ഉമ്മാടെ അടുത്തിരുന്ന് മക്കളുടെ ഗുണഗണങ്ങൾ തള്ളി മറിക്കുന്നുണ്ട്. അപ്പോഴാണ് മേഴ്ഫി റെഡിയായി വന്നത്. അവനെ കണ്ടതും മാമി അങ്ങോട്ട് തിരിഞ്ഞു. എൻ്റെ മേഴ്ഫി മോന് സുഖാണോ? ഫിദ എപ്പോഴും മോൻ്റെ കാര്യം പറയും. അതെന്തിനാ മാമി എപ്പോഴും എൻ്റെ കാര്യം പറയുന്നത്? നീ അവളുടെ മുറച്ചെറുക്കനല്ലേ, പിന്നെ അവൾ പറയാതിരിക്കുമോ എന്ന്. മേഴ്ഫി അത് കേട്ട് കിളി പോയി നിന്നു. നീ കോളേജിൽ പോകുന്നില്ലേ മെഹ്റു? വേണമെങ്കിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാം എന്ന് മേഴ്ഫി പറഞ്ഞു. അവൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നോട്ടെ, ഫൈസലും കാറിലല്ലേ പോകുന്നേ, അവനാക്കി കൊടുക്കും മോളെ, മോൻ പൊക്കോ എന്ന് മാമി പറഞ്ഞു. ഇല്ല മാമി, എനിക്ക് പോകണം, അജു റോഹു എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. മോളെ, നിന്നെ കുറേ നാൾ കൂടി കാണുന്നതല്ലേ, കുറച്ച് നേരം കൂടി നിൽക്ക് എന്ന് മാമി പറഞ്ഞതും ഉപ്പായും പറഞ്ഞു എന്നെ നിൽക്കാൻ. അന്ന് ഞാൻ ഫൈസലിക്കാൻ്റെ കൂടെയാണ് കോളേജിൽ പോയത്. ഞങ്ങൾ ഒരുമിച്ച് വന്നത് കണ്ടതും എൻ്റെ ജിന്നിൻ്റെ മുഖം കടന്ന് ലൂത്തിയ പോലെ വീർത്തു. ദിവസങ്ങൾ ഓടി മാറിക്കൊണ്ടിരുന്നു. അതിനിടയിൽ ഫർസാനിത്തയുടെ കല്യാണം കഴിഞ്ഞു. ആ കല്യാണത്തിന് മേഫി വന്നില്ല. അവൻ പ്രൊജക്റ്റ് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു മുങ്ങി. അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നിൽ നിന്നും ഒഴിയാൻ പറ്റില്ല. എന്തായാലും കല്യാണം കഴിഞ്ഞതും ഞാനും ഫൈസലിക്കയും തമ്മിൽ നല്ല കൂട്ടായി. എനിക്ക് മേഫിനോട് തോന്നുന്ന അതേ സ്നേഹം ഫൈസലിക്കാനോടും തോന്നി. പക്ഷേ ഇതൊന്നും ഇഷ്ടപ്പെടാതെ എൻ്റെ ജിന്ന് മുഖം വീർപ്പിച്ച് നടന്നു. ആ പോസസീവ്നെസ് കാണാൻ ഞാൻ ഫൈസലിക്കയായി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തു. മരുഭൂമിയിൽ മഴ പെയ്തതുപോലെയാണ് ആ വാർത്ത ഞങ്ങളെ തേടിയെത്തിയത്. കോളേജ് ടൂർ, അതും ഫസ്റ്റ് ഇയേഴ്സും ഫൈനൽ ഇയേഴ്സുകാരും ഒന്നിച്ച്. കോളേജ് ടൂർ ഉണ്ട്, അതും ഫൈനൽ ഇയേഴ്സിൻ്റെ കൂടെയാണെന്ന് പ്രിയ മാം പറഞ്ഞതും ഞാൻ സന്തോഷത്തിൻ്റെ കൊടുമുടിയിലായിരുന്നു. എൻ്റെ തുള്ളിച്ചാട്ടം കണ്ടതും ആയിഷ ചോദിച്ചു, വല്ലതും നടക്കുമോ, അതോ പട്ടി ചന്തയ്ക്ക് പോയ പോലെ ടൂറും കഴിഞ്ഞ് വന്ന് മാനം നോക്കി നിൽക്കുമോ? അത് തന്നെ എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത് അയച്ചു. ടൂറിനിടയ്ക്കെങ്കിലും നീ പറയുമോ റോഹനോട്? ആയിഷു അന്തം വിട്ടെന്നെ നോക്കി. ഞാനെന്ത് പറയാൻ? അവൻ്റെ അടുത്ത് വരുമ്പോഴേക്കും എൻ്റെ കൈയും കാലം വിറയ്ക്കാൻ തുടങ്ങും. ഈ നീയാണോ എന്നെ കുറച്ച് മുന്നേ കളിയാക്കി പറഞ്ഞത്? മോളെ ഐഷു, പെണ്ണെത്ര പുലിയായാലും ഇഷ്ടപ്പെട്ടവൻ്റെ മുഖത്ത് നോക്കി ഇഷ്ടം പറയാൻ ചങ്കിടിക്കും. അതൊരു പൊത്തുത്വമാണ്. സംന, ഐഷ, എന്താ അവിടെ? ഞാൻ ക്ലാസ് എടുക്കുന്നത് കാണുന്നില്ലേ? കുറേ ആയാലോ തുടങ്ങിയിട്ട്, ഇതെന്താ ചന്തയോ? സോറി മാം, ഞങ്ങൾ ടൂർ എന്ന് കേട്ട സന്തോഷത്തിൽ എവിടേക്കായിരിക്കും പോകുന്നതെന്ന് ചോദിച്ചതാ. ആണോ? ടൂറിനെക്കുറിച്ച് ചർച്ച ചെയ്തതാണോ? അവിടെ നോട്ടീസ് ബോർഡിൽ വിശദമായി എഴുതിയിട്ടുണ്ട്, പോയി നോക്കിക്കോ. ഞാനും ഐഷുവും പ്രിയ മിസ്സിൻ്റെ മുഖത്തേക്ക് നോക്കി. മനസ്സിലായില്ല മിസ്, എന്താ പറഞ്ഞതെന്ന്? ഇറങ്ങിപ്പോകാൻ ക്ലാസ്സിൽ നിന്നും, പുറത്ത് പോയി വിശദമായി സംസാരിച്ചോ. ഞങ്ങൾ രണ്ടാളും പതിയെ പുറത്തേക്കിറങ്ങി. അജു റോഹുവും നോക്കി കൽപ്പിച്ചു. ഞങ്ങൾ മൈൻഡ് ചെയ്യാൻ പോയില്ല. ഞാൻ പുറത്ത് നിന്ന് റിച്ചുവിൻ്റെ ക്ലാസ്സിലേക്ക് ഒന്ന് എത്തി നോക്കി. കാണാൻ പറ്റിയാലോ? ആക്രാന്തം കൊണ്ടല്ല, ഒരു നയന സുഖം. ഏന്തി വരഞ്ഞു നോക്കിയിട്ടും കാണാൻ പറ്റുന്നില്ല. അവിടെ നിന്ന് വെറുതെ വായി നോക്കി.
അപ്പോഴാണ് നേരെ ഓപ്പോസിറ്റ് സൈഡ് ബിൽഡിങ്ങിൽ നോക്കിയത്. അവിടെ ഫൈസലേക്ക് ഇരുന്ന് കൈയും കാലും ഒക്കെ പൊക്കി എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ നന്നായി ഒന്ന് ചിരിച്ച് കാണിച്ചു കൊടുത്തു. ഫൈസലൊക്കെ വീണ്ടും എന്തൊക്കെയോ ചോദിക്കുന്നു. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. 5 മിനിറ്റ് കഴിയും മുന്നേ ഫൈസലേക്ക് എണീറ്റ് നിൽക്കുന്നു കണ്ടു. ക്ലാസ് എടുക്കുന്ന സാറ് എന്തൊക്കെയോ പറയുന്നുണ്ട്. ദാ വരുന്നു പുറത്തേക്ക്. ഞാനും ഐശു അവിടെ നിന്ന് ചിരിച്ചു. എന്തോ മനസ്സിന് നല്ല സമാധാനം. നമ്മൾ കാരണം ഒരാൾ പുറത്തായതിൻ്റെ ആവും. ഞങ്ങൾ അവിടെ നിന്നും ആംഗ്യ ഭാഷയിലൂടെ സംസാരിച്ചു കഴിഞ്ഞതും ഐശു എന്നെ ഇട്ട് തട്ടാൻ തുടങ്ങി. എന്താടി പുള്ളിയായിട്ട് തട്ടുന്നേ? മോളെ ഒന്ന് അങ്ങോട്ട് നോക്കിയേ, അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. പടച്ചോനെ, എൻ്റെ ചെക്കൻ അവിടെ നിന്ന് നോക്കി ദഹിപ്പിക്കുന്നു. റിച്ച് നടന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. എൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. ഐഷുവിനോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ക്ലാസ്സില്ലേ? ഉണ്ട് റിച്ചുക്ക, പക്ഷേ ഞങ്ങൾ പുറത്താണ്. വെറുതെ പുറത്താവില്ലല്ലോ, എന്താ കാരണം? റിച്ചു ഞങ്ങളെ നോക്കി. അത് റിച്ചുക്ക, മെഹറു ചുമ്മാ ക്ലാസ്സിലിരുന്ന് സംസാരിച്ചു. അപ്പം ഞാൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അത് മിസ്സ് കണ്ടു, അങ്ങനെ പുറത്തായി. ഇതൊക്കെ എപ്പോ എന്ന ഭാവത്തിൽ ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ഈ 21-ാം നൂറ്റാണ്ടിലെ യൂദാസിനെ എടുത്ത് കിണറ്റിലിടാൻ ഇവിടെ ആരും ഇല്ലേ? പുറത്തായിട്ട് ഇവളിവിടെ മിണ്ടാതെ നിൽക്കുന്നില്ലല്ലോ. കയ്യും കാലം കൊണ്ടല്ലേ സംസാരം. ഇവളാരാ പഞ്ചാബി ഹൗസിലെ ദിലീപോ ആംഗ്യ ഭാഷ സംസാരിക്കാൻ എന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താടി ഉണ്ടക്കണ്ണുരുട്ടി നോക്കുന്നേ? റിസൾട്ട് വരുമ്പോൾ മാർക്ക് വല്ലതും കുറയണം. അപ്പോഴായി റിച്ചുവിൻ്റെ വേറൊരു മുഖം മെഹ്റു കാണാൻ പോകുന്നത്. കേട്ടോടി കീരിപ്പല്ലി എന്ന് പറഞ്ഞുകൊണ്ട് റിച്ചു മുന്നോട്ട് നടന്നു പോയി. അപ്പോഴാണ് അവൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായത്. അതെ, അവിടെ ഒന്ന് നിന്നേ. എനിക്ക് മാർക്ക് കുറഞ്ഞാൽ റോഷൻ അഹമ്മദിന് എന്താണ് നഷ്ടം? റിച്ചു തിരിഞ്ഞു നോക്കി. അതൊന്നും എനിക്ക് ഇപ്പോൾ തന്നെ അറിയണോ, അതോ പിന്നെ ഞാൻ വിശദമായി പറഞ്ഞു തന്നാൽ മതിയോ? അവൻ്റെ കട്ടകൽപ്പിലുള്ള ചോദ്യം കേട്ടതും പിന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വായിൽ അതാണ് വന്നത്. അയ്യേ, നിനക്കിപ്പം തന്നെ അറിയണമെന്ന് പറഞ്ഞുകൂടായിരുന്നോ? എന്നാൽ റിച്ചുക്ക് ഇപ്പം തന്നെ സമ്മതിച്ചാനേ. നീ കൊണ്ടുപോയി കളഞ്ഞു. അതൊന്നും കുഴപ്പമില്ല ഐശു, എൻ്റെ മുന്നിൽ അവസരങ്ങളുടെ പെരുമഴയല്ലേ കിടക്കുന്നത്. ടൂർ അത് കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ ഈ കോളേജിൽ മുഴുവൻ അറിയും ഞാൻ റിച്ചുവിൻ്റെ പെണ്ണാണെന്ന്. ഞാൻ ഉറപ്പോടുകൂടി അവളോട് പറഞ്ഞു. ഊട്ടി, കൊടൈക്കനാൽ, മൈസൂർ ഇതായിരുന്നു ടൂർ ചാർട്ട്. വൈകുന്നേരം 5 മണിക്കാണ് കോളേജിൽ നിന്ന് ബസ് പുറപ്പെടുന്നത്. അന്നൊരു ഞായറാഴ്ച ആയിരുന്നതുകൊണ്ട് എല്ലാവരും തറവാട്ടിൽ നിന്ന് ഒരുമിച്ചാണ് ഇറങ്ങുന്നത്. പോകുന്ന ദിവസം നൈറ്റുള്ള ഫുഡ് നമ്മൾ കൊണ്ടുപോകണമായിരുന്നു. 2 ദിവസം മുന്നേ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ തീർത്ത് ബാഗ് ഒരുക്കി വെച്ചു. ഉമ്മച്ചിയും അപ്പച്ചിയും എല്ലാവരും ചേർന്ന് ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി പാക്ക് ചെയ്ത് തന്നു. മാഫിയും റിച്ചുവും ആഷിക്കുകയും ഉച്ചയ്ക്ക് തന്നെ കോളേജിൽ പോയി. ഞങ്ങളൊരു 4 മണിക്ക് കോളേജിലെത്തി. റിച്ചുവിൻ്റെ ക്ലാസ്സിലെ കുറച്ച് ബോയ്സ് ഒഴിച്ചാൽ ബാക്കി ആരും വന്നിട്ടില്ല. റിച്ചുവിൻ്റെയും മാഫിൻ്റെയും ഫുഡ് അവരെ ഏൽപ്പിച്ച് ആഷിക്കാട് ഫുഡ് ഇക്കാട് എടുത്ത് കൊടുത്തിട്ട് ഞങ്ങൾ വെറുതെ അവിടെ കറങ്ങി നടന്നു. അപ്പോഴാണ് അജുവിൻ്റെ ഫോൺ റിങ് ചെയ്തത്. റിച്ചു ആയിരുന്നു. ഫോൺ എടുത്ത് സംസാരിച്ച ശേഷം അവൻ എന്നോട് പറഞ്ഞു, ഡി മെഹ്റു, നിന്നെ റിച്ചുവിക്ക് വിളിക്കുന്നു, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നെയോ? എന്തിന്? നീ ഞങ്ങളറിയാതെ വല്ല കുരുത്തക്കേടും ഒപ്പിച്ചോ? ഇക്ക കലിപ്പില്ല. അത് കേട്ടതും എൻ്റെ ഉള്ള ജീവൻ കൂടെ പോയി. എന്താ പൊട്ടന്മാരെ, നിങ്ങൾ കൂടി വാ ഒരു ധൈര്യത്തിന്. അത് കേട്ടതും നീ വാ എന്നും പറഞ്ഞുകൊണ്ട് രോഹു എണീറ്റു. ഡാ, നീ എവിടെ പോകുന്നു? അവൾ ഒറ്റയ്ക്ക് ചെല്ലാനാ പറഞ്ഞേ, നമ്മളൂടെ വേണ്ടാന്ന് പ്രത്യേകം പറഞ്ഞു. പഠിച്ചോനെ, ഇവനെ എന്നെ എന്തിനാ വിളിക്കണത്? പ്രപ്പോസ് ചെയ്യാനെങ്ങാനും ആണോ? ഉടനെ എൻ്റെ ചിന്തയെ ഞാൻ തന്നെ തിരുത്തി. ആരി, റിച്ചു അന്ന് കാക്ക മലർന്നു പറക്കും. ഞാൻ ചെല്ലുമ്പോൾ അവൻ മുത്തശ്ശിമാവിൻ്റെ ചോട്ടിലിരിക്കുന്നു. അവൻ എന്തോ ആലോചനയിലാണ്. റിച്ചുക്ക, ഞാൻ പതിയെ വിളിച്ചു. അവൻ എന്നെ മുഖമുയർത്തി നോക്കി. വാ, വന്നിരിക്കും. ഞാൻ ഞെട്ടിപ്പോയി. സാധാരണ മുഖത്ത് കാണുന്ന കലിപ്പ് ഭാവമല്ല, പകരം ശാന്തത. പടച്ചോനെ, ഇത് കൊടുങ്കാറ്റിന് മുന്നേയുള്ള ശാന്തതയാണോ? മെഹ്റു, ഞാൻ നിന്നെ വിളിച്ചത് എന്തിനാണെന്നറിയോ? ഞാനെന്താ ജ്യോതിഷി വല്ലതുമാണോ പറയാതെ മനസ്സിലുള്ളതറിയാൻ? ആത്മയാണ്. എനിക്ക് കോളേജിൽ അത്യാവശ്യം നിലയും വിലയുണ്ട്. അത് നീയായിട്ട് കൊണ്ട് കളയരുത്. എന്ന് വെച്ചാൽ കുറച്ച് ദിവസമായി നീ കാണിക്കുന്ന കോമാളിത്തരങ്ങളൊന്നും ടൂറിനിടയിൽ കാണിക്കരുതെന്ന്. ഞാൻ ദേഷ്യത്തിൽ റിച്ചുവിനെ നോക്കി. അതിനർത്ഥം ഞാൻ നിലയും വിലയും ഇല്ലാത്തവളാണെന്നല്ലേ? എൻ്റെ കൂടെ കൂടിയാൽ നിങ്ങളുടെ വില ഇല്ലാതാവുന്നല്ലേ? റിച്ചു ചാടി എണീറ്റു. നീ എന്തൊക്കെയാടി പറയുന്നേ? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയാണോ? എൻ്റെ പൊന്നു മോളെ, നിനക്ക് തോന്നിയ പോലെ നീ കാണിക്കും. ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു അപേക്ഷയുണ്ട്, നാണം കെടുത്തരുത് പ്ലീസ്. ഓക്കെ, ഈ അപേക്ഷ ഞാൻ പരിഗണിക്കാം, പക്ഷെ ഉറപ്പൊന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെഹ്റു തിരിഞ്ഞു നടന്നു. തിരിഞ്ഞു നടന്ന മെഹ്റുവിൻ്റെ ചുണ്ടിലും റിച്ചുവിൻ്റെ ചുണ്ടിലും ഒരു ചിരിയുണ്ടായിരുന്നു. 4:30 ബസ് എത്തി. ഞങ്ങൾ അപ്പോൾ തന്നെ ലഗേജ് കൊണ്ടുപോയി വെച്ചു. ഹാൻഡ് ബാഗ് ഇട്ട് ബാക്കിലെ സീറ്റ് ഉറപ്പിച്ച് പുറത്തേക്കിറങ്ങി. കുട്ടികളെല്ലാം എത്തിത്തുടങ്ങി. 2 ബസ് ഉണ്ടായിരുന്നു. ആഷികയും മോഹൻ സാറും പ്രിയാമിസും മായാമിസും ആയിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. ഏകദേശം 5:30 ബസ് പുറപ്പെട്ടു.
ഞാനും ഐഷുവും ഒരു സീറ്റിൽ, അജുവും റോഹുവും ഞങ്ങളുടെ പിറകിൽ. എൻ്റെ ഓപ്പോസിറ്റ് സീറ്റിൽ റിച്ചുവും മെൽഫിയും. സീറ്റിലിരുന്ന് വണ്ടി എടുത്തതും ഞാൻ റിച്ചുവിനെ നോക്കി സൈറ്റ് അടിച്ച് കാണിച്ചു. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന രീതിയിൽ നോക്കിയിട്ട് അവൻ എഴുന്നേറ്റ് ഫ്രണ്ടിലേക്ക് പോയി. ഞാനൊരു ചിരിയോടെ സീറ്റിലേക്ക് ചാരി. റിച്ചു ഫ്രണ്ടിൽ പോയി കോ ഡ്രൈവറോട് പറഞ്ഞ് പാട്ട് വെച്ചു. ഡപ്പാങ്കൂത്ത് സോങ് വന്നതും പിള്ളേർ എഴുന്നേറ്റ് ഡാൻസ് തുടങ്ങി. അങ്ങനെ ഡാൻസും അടിച്ചുപൊളിയുമായി ഞങ്ങൾ പരമാവധി അലമ്പ് കാണിച്ചു. ഒരു 9 മണിയോട് കൂടി ബസ് ഒരു പെട്രോൾ പമ്പിൽ നിർത്തി. വാഷ്റൂം യൂസ് ചെയ്യാനുള്ളവരെല്ലാം പോയി വരാൻ പറഞ്ഞു. ഞങ്ങൾ പോയി വന്നു. പെട്രോൾ പമ്പിന് പുറകു വശം വിശാലമായിരുന്നു. അവിടെ ഇരുന്നായിരുന്നു ഞങ്ങളുടെ ഡിന്നർ കഴിച്ചത്. റിച്ചുവിൻ്റെ ക്ലാസ്സിലെ അക്ഷയ് ചേട്ടൻ അവിടെ മൊത്തം ഓടി നടന്ന് എല്ലാവരുടെയും പാത്രത്തിൽ കൈയിട്ട് കഴിക്കാൻ തുടങ്ങി. എഗ് റോസ്റ്റ് ചപ്പാത്തി ആയിരുന്നു ഞങ്ങൾക്ക് കഴിക്കാൻ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതും പൊട്ടിഭൂതം ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അതെ, നിങ്ങളുടെ സീറ്റൊന്ന് ഞങ്ങൾക്ക് തരാമോ? നിങ്ങൾ ഫ്രണ്ടിൽ പോയിരുന്നോളൂ. അയ്യോ ചേച്ചി, ഞങ്ങളുടെ ലഗേജ് എല്ലാം പുറകിലാണ്. മാത്രമല്ല വീട്ടിൽ നിന്നും അവന്മാരെയാണ് വിളിക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്തില്ലെങ്കിൽ വഴക്ക് കേൾക്കും. ഡി പിള്ളേരെ, നീയൊക്കെ ഞങ്ങളുടെ ജൂനിയറാ. ആ ഓർമ്മ ഉണ്ടായിരിക്കണം. മര്യാദയ്ക്ക് പോയി ഫ്രണ്ടിലിരുന്നോളാം, കേട്ടല്ല? അത് കേട്ടത് ഞങ്ങൾക്ക് ദേഷ്യം വന്നു. ഇല്ലെങ്കിൽ ചേച്ചി എന്ത് ചെയ്യും? ഞങ്ങൾക്ക് പറ്റില്ല. പരാതി വല്ലതുകൊണ്ടേ പോയി കംപ്ലയിൻറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഐശുവിൻ്റെ കയ്യും പിടിച്ച് പോയി ബസ്സിൽ കയറി. കുറച്ച് കഴിഞ്ഞതും എല്ലാവരും ബസ്സിൽ കയറി ബസ് എടുത്തു. ഇനി രാത്രിയല്ലേ, പാട്ടും ഡാൻസും ഒന്നും വേണ്ട. പാടാൻ അറിയുന്നവർ പാട്ട് പാട് എന്ന് പ്രിയ മിസ് പറഞ്ഞു. അപ്പോൾ ഞാൻ കോ ഡ്രൈവർ മൈക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു. ഓരോരുത്തരും അവർക്ക് പറ്റുന്ന രീതിയിൽ പാടാൻ തുടങ്ങി. ഇനി പാടാനുള്ളത് നമ്മുടെ പൊട്ടിബോധമാണ്. പ്രിയനെ നീ എന്നെ അറിയാതിരുന്നാൽ എന്തിനാണ് ഇനി എൻ്റെ ജന്മം എന്ന പാട്ടാണ് പാടിയത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാടി. പാടുമ്പോൾ മുഴുവൻ അവളുടെ കണ്ണുകൾ റിച്ചുവിൻ്റെ മേലെയായിരുന്നു. പാടിക്കഴിഞ്ഞതും മറ്റേ ഭൂതങ്ങൾ അവളെയും റിച്ചുവിനെയും ചേർത്ത് കളിയാക്കാൻ തുടങ്ങി. അത് കണ്ടത് ഞാൻ മുഖം വീർപ്പിച്ച് അവനെ നോക്കി. അവൻ ഫ്രണ്ടിലേക്ക് നോക്കിയിരിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ വിരൽ കൊണ്ട് സ്വന്തം കവിൾ വീർപ്പിച്ച് കുത്തി കാണിച്ചു. എന്നിട്ടിരുന്ന് ചിരിക്കുന്നു. അതെനിക്കുള്ളതാണെന്ന് മനസ്സിലായതും എൻ്റെ ചുണ്ടിലേക്കും അവൻ പകർന്നു തന്ന ചിരി വിരിഞ്ഞു. അങ്ങനെ മൈക്ക് എൻ്റെ കയ്യിൽ വന്നു. ഇനി പാടാനുള്ളത് ഞാനാണ്. ഞാൻ പാടിക്കഴിഞ്ഞതും ഫ്രണ്ടിൽ നിന്നും ആരോ വിളിച്ച് ചോദിച്ചു, ഇനിയെങ്കിലും ആ ജിന്നിൻ്റെ പേരൊന്ന് പറയുമോ? പേരിട്ടില്ല ചേട്ടാ. പേര് വിളിക്കും മുന്നേ മടിയിൽ നിന്നും ഇറങ്ങി ഓടിക്കളഞ്ഞു. എന്നെ എൻ്റെ മറുപടി കേട്ടതും ബസ്സിൽ കൂട്ടച്ചിരിയായി. പിന്നെയും ആരെയൊക്കെയോ കൈമാറി റിച്ചുവിൻ്റെ കയ്യിൽ മൈക്ക് കിട്ടി. അവൻ പതിയെ എൻ്റെ ഭാഗത്തേക്ക് ഒരു കള്ളനോട്ടം എറിഞ്ഞിട്ട് പാടാൻ തുടങ്ങി. മഞ്ഞുമല ഒരുക്കി തുടങ്ങി മോളെ, അജു റോഹു എൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞു. എന്നാൽ ഇതൊന്നും അറിയാതെ ഈ പാട്ട് ഷാഹിനയ്ക്ക് വേണ്ടി പാടിയതാണെന്നും പറഞ്ഞ് അവളെ കൂട്ടുകാർ കളിയാക്കിക്കൊണ്ടിരുന്നു. ഞാൻ ചിരിയോടെ റിച്ചുവിനെ നോക്കി. അവൻ പുരികം പൊക്കി എന്താന്ന് ചോദിച്ചു. ഞാനൊരു ഫ്ലൈയിങ് കിസും കൂടി കൊടുത്തു. എന്നെ നോക്കി കണ്ണുരുട്ടിയിട്ട് അവൻ ഫ്രണ്ടിലേക്ക് പോയി. ഐഷു അജുവും റോഹുവും കൂടി എന്നെ കേൾക്കാതെ എന്തൊക്കെയോ സംസാരിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ അവർ നിർത്തും. പാട്ടൊക്കെ തീർന്നതും 12 മണി കഴിഞ്ഞ് പലരും ഉറക്കത്തിലേക്ക് പോയി. ഡി മെഹറു, ഞാൻ പോയി റോഹുവിൻ്റെ അടുത്ത് ഇരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഐഷു എഴുന്നേറ്റ് അപ്പുറത്തേക്ക് പോയി. ഓടിപ്പോ, അതുപോലെ ഇപ്പം ഇനി തിരിച്ചു വരാം ഐഷു മോളെ. ഓ ആയിക്കോട്ടെ മെഹർ തമ്പുരാട്ടി എന്ന് പറഞ്ഞ് അവൾ അപ്പുറത്തേക്ക് ചെന്നു. ഞാൻ നോക്കുമ്പോൾ അജു എഴുന്നേറ്റ് മാറിക്കൊടുക്കുന്നു. അവൾ അവിടെ ഇരുന്നതും റോഹു എന്തോ പറഞ്ഞ് ചിരിക്കുന്നു. ഇതെന്തു മറിമായും? അജു എഴുന്നേറ്റ് മേഫിയുടെ അടുത്ത് പോയിരുന്നു. ഇതൊക്കെ എന്താടാ? അപ്പം ഞാൻ ഒറ്റയ്ക്കോ? ഒറ്റയ്ക്കോ? നിൻ്റെ അടുത്തിരിക്കാനുള്ള ആളിപ്പോൾ വരും. ഓഹോ, ഇത് എനിക്കുള്ള പണിയാണല്ലേ? ആയിക്കോട്ടെ. കുറേ കഴിഞ്ഞതും റിച്ച് വന്നില്ല. ബസ്സിൽ ഒരുവിധം എല്ലാവരും ഉറക്കം പിടിച്ചിരുന്നു. ഞാനും പതിയെ സീറ്റിലേക്ക് ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു. അടുത്ത് ആരോ ഇരിക്കും പോലെ തോന്നിയപ്പോഴാണ് ഞാൻ കണ്ണു തുറന്നത്. ഇതാരുടെ ഐഡിയ ആയിരുന്നു മെഹറു? എന്തായാലും എന്നെ സംശയിക്കണ്ട, ഞാനിതിലില്ല, എനിക്കൊരു പങ്കുമില്ല. ഇവിടെ ഇരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ ഐശ്വര്യ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റു. അതൊന്നും വേണ്ട, അവരുറങ്ങി കാണും. ഇനി രാവിലെ മാറിയിരിക്കാം, നീ ഉറങ്ങിക്കോ. ഉറങ്ങാനോ? ഞാനോ? അത് ഈ മുതൽ ഇത്ര എടുത്തിരിക്കുമ്പോൾ നടന്നത് തന്നെ. എന്താടി ഇരുന്ന് വെറുതെ? അയ്യോ ഒന്നുമില്ല സാറേ, ഞാൻ ഉറങ്ങാൻ പോവാ. ആണോ? എന്നാൽ ഉറങ്ങിക്കോ എന്നും പറഞ്ഞ് അവൻ സീറ്റിലേക്ക് ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു.